ഇന്നലെ രാത്രി ഭാര്യയും ഭർത്താവും കൂടി നല്ല അടിപിടിയാണ് കാണുന്നു. നേരം വെളുത്ത് നോക്കിയപ്പോൾ ദാ എൻ്റെ അടുക്കളയത്തെ അട്ടക്കഥ പൊളിച്ച് ചാടി കിടക്കുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം എന്നറിയോ? നമ്മളെ കാടാൻ പൂച്ചയും തള്ളപ്പൂച്ചയും കൂടി തല്ലുകൂടിയ കാരണമാണ് ഇതിങ്ങനെ കിടക്കുന്നത്. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറേ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, ലോങ് വീഡിയോ ഇട്ടിട്ട്. എന്നെപ്പോലെ പുതിയ ചാനലൊക്കെ ഉണ്ടാക്കി വീഡിയോസ് ഇടണം എല്ലാവർക്കും ഭയങ്കര ആവേശമൊക്കെ ആവും. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ ഇടണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ കുറേയൊക്കെ കണ്ട് കഴിയുമ്പോൾ നമുക്ക് ഒരു മടിയെ കണ്ടുപിടിക്കൂട്ടെ. പക്ഷെ മടി പിടിക്കാതെ ഇടാൻ നോക്കുക എല്ലാവരും. പിന്നെ അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഒരു വൈകുന്നേരം വരെയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചുരുക്കിയിട്ടിട്ടുള്ളത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാമല്ലേ നമ്മളെ പണികളൊക്കെ. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനത്തെ ഒരു പണി കിട്ടിയ കാരണം നല്ല അസൽ പണി തന്നെ ആയിരുന്നു കേട്ടോ. മൂടം കണ്ടുപോയി. എന്തായാലും നമുക്ക് ചെയ്യണമല്ലോ, നമ്മളെന്നെ ചെയ്യണമല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ വന്നിട്ട് ക്ലീൻ ആക്കിങ്ങാണ്ട് എന്താ പറയുക, കടി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടാ. വേഗം തന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാൻ ഓരോന്നായിട്ട് എടുത്തിട്ട് ഒക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ അട്ടം തന്നെ വേണ്ട എന്നുള്ളൊരു ഇതിൽ. അപ്പോൾ പിന്നെ തുമ്മലും ചീറ്റലൊക്കെ തുടങ്ങി, പൊടിയൊക്കെ മൂക്കിയൊക്കെ വന്നിട്ട്. എന്നിട്ട് ഞാൻ വേഗം ഒന്ന് ഭൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് ഉരുളൻകിഴങ്ങിൻ്റെ ഇഷ്ടമില്ല, അതാണ് ഞാൻ ഈ കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കുക്കറിലിട്ടിട്ടാണ് പിന്നെ ഞാൻ ഭൂരിക്ക് വേണ്ടിങ്ങാണ്ട് മാവൊക്കെ കുഴച്ച് വെച്ച് റെഡിയാക്കിയിട്ടാണ്. പിന്നെ അതൊക്കെ ചുട്ടെടുത്ത് പിന്നെ അടിപൊളിയായിട്ടൊക്കെ സോഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് റവ ഒക്കെ കൂട്ടിയിരുന്നു. അപ്പോൾ കറി ഇതാ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉടച്ച് സെറ്റാക്കിയിട്ട് ചായയും കടി അങ്ങോട്ട് കുടിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുമ്പാനൊക്കെ അങ്ങോട്ട് നിൽക്കുക ചെയ്തത് കേട്ടോ. തിരുമ്പൽ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ അടുക്കളയിൽ കയറിയത്. അപ്പോൾ ഈ മുതലിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ അടുക്കളയിലൊരു യുദ്ധം തന്നെ ഉണ്ടായത് കേട്ടോ. ഈ കുഞ്ഞിപ്പൂച്ചനെ കാടൻ പൂച്ച തിന്നുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ അമ്മപ്പൂച്ചൻ്റെ അടുത്തൊക്കെ അതിനാക്കി കൊടുത്തിട്ട് ബാക്കിയുള്ള പണിയൊക്കെ നോക്കാൻ നിന്ന്. കൊപ്പര കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വെയിലത്തിട്ട് ഉണക്കി പിന്നെ ചോറ് വെക്കാൻ വേണ്ടിങ്ങാണ്ട് വിറകൊക്കെ അടുപ്പത്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ കാടനുണ്ട്. ഈ കാടൻ എന്താ ചെയ്യുന്നത് അറിയോ? പൂച്ചക്കുട്ടികളൊക്കെ തിന്നുന്നുണ്ട്. ഇതിൽ 2-3 കുട്ടികൾ തിന്നുന്നത്. എന്താ സംഭവം എന്ന് മനസ്സിലാവണില്ല കേട്ടോ. അവരെന്തിനാ തിന്നണത്? പിന്നാലെ ഓടി നോക്കിയപ്പോൾ ഒരു പൂച്ചക്കുട്ടീനടുത്തും കൂടെ അതിൽ ചെവിയൊക്കെ കടിച്ചിരുന്നു. അപ്പോഴാണ് അയൽവാസിയുടെ താത്ത പറഞ്ഞത് അവർ തിന്നുകയാണ് കാടനേന്ന്. അങ്ങനെ ഒന്ന് കറിയായിട്ട് വെള്ളരിക്ക തേങ്ങ അരച്ച് വെക്കലും പിന്നെ അയിലച്ചമ്പം പൊരിക്കാനും വിചാരിച്ചിട്ടാണ്. പിന്നെ ഉപ്പേരിയായിട്ട് മത്തൻ്റെ ഇല, പക്ഷെ അതുപോലത്തെ ഒരു ഇല ഉണ്ടായിരുന്നു, അത് ഉപ്പേരിയാക്കി വെക്കുകയും ചെയ്ത്. അപ്പോൾ പിന്നെ ചോറൊക്കെ ഊറ്റി വെച്ചിട്ട് അടിച്ചു വരാമെന്നൊക്കെ ചെയ്ത് കിട്ടാം. അപ്പോൾ അടുക്കളയത്തെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിരുന്നു. ഇനി വേറെ വലിയ പണികളൊന്നുമില്ല. പിന്നെ അടിക്കാനും തുടക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ പണി ഏകദേശം കഴിഞ്ഞിരിക്കണം. പിന്നെ ഞാൻ അടിച്ചു വരാൻ നിൽക്കുന്ന ഗ്യാപ്പിൽ ചെക്കൻ എന്തൊക്കെയോ അവിടെ നിന്ന് കാട്ടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നിട്ടാണ്. ഓലെന്തോ എടുത്തെറിഞ്ഞാണ്ട് പിന്നെ എടുക്കാൻ വേണ്ടിയാണ്ട് പോയി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബാക്കി പരിപാടിയൊക്കെ കഴിച്ച്. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് വെള്ളരിക്കക്കറി, ഉപ്പേരി, അച്ചാർ, പിന്നെ അയിലച്ചെമ്പാൻ പൊരിച്ചതുമാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം കടിക്ക് ഞാൻ ഉണ്ടാക്കിയത് പഴം പൊരിച്ചിട്ടാണ്. കുറച്ച് മാവൊക്കെ ഇന്നലെ ഉണ്ടാക്കിയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊരിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് വാർപ്പിൻ്റെ മുകളിലേക്ക്